എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള പനീറിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് പേരെ എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകൾ എന്താണ് ചേച്ചി പനീറിനോട് ഇത്ര ദേഷ്യമാണ്, പനീറിന്റെ റെസിപ്പീസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഞാനിതിനു മുമ്പ് ഒരു ഒറ്റ റെസിപ്പി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പനീർ ബട്ടർ മസാലയാണ്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഡിഷ് ഇട്ട് കഴിഞ്ഞാലും ഒരുപാട് പേരൊന്നും ട്രൈ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നാറില്ല. അതുകൊണ്ടാണ് ഇടാത്തത് കേട്ടോ. മാത്രമല്ല പനീർ ഞാൻ വളരെ റെയറായിട്ട് മാത്രം വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇനി വൈകണ്ട നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പനീർ റെസിപ്പി കൊണ്ടുവരാമെന്ന്. ഇതൊരു എന്താ പറയുക, ഇതിൻ്റെ പേര് എനിക്ക് എന്താ ഇടേണ്ടതെന്ന് അറിയില്ല. ഇതൊരു ദാബ സ്റ്റൈൽ പനീർ റെസിപ്പിയാണ്, പനീർ കറിയാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയുക. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ദാബ സ്റ്റൈലുള്ള പനീർ മസാല തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പനീർ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു തവ പനീറാണ്. തവയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രിപ്പറേഷനാണ്. പക്ഷേ ഞാനിപ്പോൾ തവയിലല്ല ചെയ്യുന്നത്. ഞാനിപ്പോൾ തവ പനീറിന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് അത് പേര് കൊടുക്കാൻ പറ്റുന്നത്, തവയിലെല്ലാം ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടാവാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു തൽക്കാലം ഇതിനൊരു പേരൊന്നും കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എപ്പോഴും അമൂലിൻ്റെ പനീറാണ് വാങ്ങിക്കാറ്. ഇതേപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ അമൂലിൻ്റെ തന്നെ ബ്ലോക്സ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ അടുത്തുള്ള കടയിൽ എപ്പോഴും ഇതുപോലത്തെ ചെറിയ ക്യൂബ്സ് ആയിട്ടുള്ള പനീർ ആയതുകൊണ്ട് ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു 2 മണിക്കൂർ മുമ്പ് ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തണുപ്പൊക്കെ പോയി ഐസൊക്കെ പോയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. 200 ഗ്രാമിൻ്റെ അളവ് കേട്ടോ. ഈ പാത്രത്തിൽ നമുക്ക് മാരിനേറ്റ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇപ്പോൾ ചെറിയ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഞാൻ ആ പനീർ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു വലിയ പാത്രത്തിലോട്ട് നമുക്ക് മാരിനേഷനുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. തൈരാണ് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 3 ഫുള്ളായിട്ടുള്ള ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൽക്കാലം 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ജീരകത്തിൻ്റെ പൊടി, അതായത് ക്യൂമിൻ സീഡ്സിൻ്റെ പൗഡർ 2 നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗരം മസാലയും ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂണേക്കാളും കുറവ് മതി. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ്, അതായത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേസമയം നിങ്ങളുടെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാകും. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്യണം. പിന്നെ അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 നുള്ള് കസൂരി മേത്തി കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിക്കുക. എന്നിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. പുളി കുറഞ്ഞുള്ള തൈരാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതങ്ങ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ഉപയോഗിക്കാം, പക്ഷേ ഞാനിവിടെ കളർ ചേർക്കുന്നില്ല. അതിന് പകരമായിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് തൈരിൻ്റെ കട്ടയൊക്കെ ഉടഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമുക്ക് പനീർ ഇട്ടതിന് ശേഷം മാരിനേറ്റ് ചെയ്തിട്ട് മിനിമം 20 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. അതല്ലെങ്കിൽ ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. ഒരു സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 20 മിനിറ്റെങ്കിലും നമ്മളത് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അല്പം കൂടെ ഉപ്പാവാം. ഇപ്പോൾ കസൂരി മേത്തി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. പക്ഷേ കസൂരി മേത്തി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും. അതുകൊണ്ടാണ് ഞാൻ കസൂരി മേത്തി ചേർത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് പനീറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് 20 മിനിറ്റ് അങ്ങ് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മുറിക്കാം കേട്ടോ. നീളത്തിൽ വേണമെങ്കിലും കുറച്ച് വലുതാക്കിയാണെങ്കിലും മുറിക്കാം. പക്ഷേ വലുതിനേക്കാൾ എപ്പോഴും ടേസ്റ്റും വറക്കാനും കുക്കിംഗ് ടൈമൊക്കെ ഒക്കെ എളുപ്പമാവുന്നത് ചെറുതാക്കി മുറിക്കുമ്പോഴാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ പനീർ നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. നമുക്കിത് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ അടച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണേ. നമ്മുടെ പനീർ 20 മിനിറ്റായി ഞാൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. ആ പാനിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ചിലവർ കടുകെണ്ണയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് എണ്ണയാണ് താല്പര്യം ആ എണ്ണ ഉപയോഗിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. ഇത് ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് പനീറിൻ്റെ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. 2 ബാച്ചായിട്ട് വറുത്തെടുത്താൽ മതി. ഇത് തന്നെ ചുമ്മാ പിള്ളേർക്ക് കഴിക്കാൻ ഇഷ്ടമായിരിക്കും. ഫ്രൈ ചെയ്താൽ മാത്രം കറിയാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മളൊരു കറി ചെയ്യുന്ന കാരണം ചെയ്തെന്ന് മാത്രം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് നേരം അങ്ങ് ഫ്രൈ ചെയ്യാൻ പാടില്ല. ഒരുപാട് നേരം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് ഹാർഡായിട്ട് മാറും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്കങ്ങ് തിരിച്ചിടാം കേട്ടോ. ജസ്റ്റ് ആ മസാലയുടെ ആ ഒരു പച്ചക്കുത്ത് മാറണം, അത്രേ ഉള്ളൂ.
ഒരുപാടൊക്കെ ഹാർഡായി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ ഒരുമാതിരി കല്ല് പോലെ ഇരിക്കുന്ന സാധനം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സംഭവമാണത്. ഇത് മാത്രമല്ല നമ്മൾ ഗ്രേവിയിൽ ഇടുമ്പോഴും ഇത് സോഫ്റ്റ് ആയിക്കോളും കേട്ടോ. പനീറിലേക്ക് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പേ ഒഴിവാക്കാം കേട്ടോ. ജസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ബാക്കിയുള്ള മസാലക്കൂട്ടിലേക്ക് വെറുതെ പനീർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഫ്രൈയും ഒഴിവാക്കാൻ പറ്റും. ഇത് രണ്ടിൻ്റേതായ ടേസ്റ്റാണ്. സൈഡ് ഭയങ്കര ഒരുപാടങ്ങ് ലൂസായി കഴിഞ്ഞാലുണ്ടല്ലോ എന്താ പറയാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മസാല പിടിക്കില്ല. അതാ കുഴപ്പം. കംപ്ലീറ്റ് എണ്ണയിലോട്ട് അങ്ങ് പോകും. പിന്നെ മാത്രമല്ല ഒരുപാട് എണ്ണയായി കഴിഞ്ഞാലും മസാല കംപ്ലീറ്റ് എണ്ണയിലോട്ട് പോകും. അതുകൊണ്ട് എപ്പോഴും ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ഷാലോ ഫ്രൈ ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് ഒരു സ്ട്രെയിനറിലോട്ട് കോരി മാറ്റി വെക്കാം. സ്ട്രെയിനറോ അല്ലാന്നുണ്ടെങ്കിൽ കിച്ചൺ ടിഷ്യൂ എന്തായാലും മതി. രണ്ടാമത്തെ ബാച്ച് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇതും കൂടെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് പനീർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. ഓക്കെ. ഇത് ഞാൻ സ്ട്രെയിനറിൽ വെക്കുമ്പോൾ അതിൻ്റെ താഴെ ഒരു കിണ്ണം വെക്കും കേട്ടോ. എക്സ്ട്രാ ആയിട്ടുള്ള ഓയിൽ പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ താഴേക്ക് പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു പ്ലേറ്റ് വെച്ചേക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള സവാളയൊക്കെ വഴറ്റണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെക്കുക. ആ കടായിലോട്ട് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പനീർ വറുത്ത എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് എണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു നുള്ളിൽ നല്ല ജീരകം, അതായത് ക്യുമിൻ സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൊട്ടട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ. വിരോധമൊന്നുമില്ല. ചില ആൾക്കാർക്ക് ചെറിയ ജീരകം പൊട്ടിക്കുന്ന ഇഷ്ടമില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഇട്ട് കൊടുക്കേണ്ടത് ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, അതുപോലെ തന്നെ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. വഴറ്റുക. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് സവാളയാണ്. സവാള ഞാൻ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. 2 വലിയ സവാള വളരെ ചെറുതാക്കി മുറിച്ചിട്ടുള്ളതാണത്. അതിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഈ സവാള ഇതിൻ്റെ പച്ചമണക്കം മാറി നന്നായി ഒന്ന് വാടി വരണം. അല്ലാണ്ട് മറ്റേതുപോലെ ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവാൻ നിൽക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതിയാവും. നമുക്കിനി ഇതിലോട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ ഒരു എരിവാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 3 പച്ചമുളക് ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അങ്ങ് വഴറ്റി കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് അരയ്ക്കുന്നില്ല ഈ സവാള. അതേസമയം ഇപ്പോൾ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു മാക്സിമം കുട്ടികൾക്കും ഈ സവാള കടിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നല്ല പേസ്റ്റാക്കി എടുക്കുക. പക്ഷേ ഞാനിപ്പോൾ പേസ്റ്റ് ചെയ്യുന്നില്ല. അതേസമയം ഞാനിവിടെ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം കുക്ക് ചെയ്യുമ്പോൾ ഞാനത് അരച്ചിട്ട് കൊണ്ടുവരാറ്. അപ്പോൾ നമ്മുടെ നല്ലൊരു റിച്ച് ആയിട്ടുള്ള കൺസിസ്റ്റൻസി വരും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് വഴണ്ടതിന് ശേഷം അരയ്ക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം. ഓക്കെ. കുറച്ചായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആവാനുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി ഒരു 5-6 കഷ്ണം, അതായത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് സവാളയും ക്യൂബ്സ് ആയിട്ട് ഇടാം. പക്ഷേ ഞാനിപ്പോൾ സവാള ഇടുന്നില്ല, ക്യാപ്സിക്കം മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ അവസാനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രഞ്ചി ആയിട്ട് ക്യാപ്സിക്കം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 ഭാഗമായതിനു ശേഷം കുറച്ച് 3-4 കഷ്ണം ക്യാപ്സിക്കം മുറിച്ചിട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിലിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പനീർ ബട്ടർ മസാലയിൽ നമ്മൾ അല്ലെങ്കിൽ ചില്ലി ചിക്കനിലൊക്കെ ക്യാപ്സിക്കം കടിക്കാൻ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രിപ്പറേഷനിൽ ക്യാപ്സിക്കം കുക്കായിട്ടില്ലെങ്കിൽ അധികം ടേസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ക്യാപ്സിക്കം ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കാം. ഒരു 3-4 കഷ്ണം കേട്ടോ. ഒരു 2-3 മിനിറ്റും കൂടെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ അധികം ജീരകം പൊട്ടിച്ചില്ലേ, ജീരകം പൊട്ടിച്ചതിൻ്റെ കൂട്ടത്തിൽ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അയമോദകം, അതായത് അജ്വൈൻ ഒരു നുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ടേസ്റ്റും സ്മെല്ലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാനിതിന് മുമ്പ് ഉണ്ടാക്കിയപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മോന് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ സ്മെല്ല്. എനിക്കും വലിയ താല്പര്യം തോന്നിയില്ല. അതുകൊണ്ട് അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അജ്വൈൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അജ്വൈൻ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ റെസിപ്പിയുടെ ബ്ലാക്ക് സോൾട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതും എല്ലാവരുടെ അടുത്ത് അവൈലബിൾ ആവില്ല. അതുകൊണ്ടാണ് നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പക്കാ നോർത്ത് ഇന്ത്യൻ രീതി തന്നെ ഒത്തൻറ്റിക് രീതിയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്ലാക്ക് സോൾട്ട് വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ചാറ്റ് മസാല വാങ്ങിച്ചു വയ്ക്കുക. ഇപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്ത കൂട്ടത്തിൽ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചിക്കൻ ടിക്ക മസാല ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ചാറ്റ് മസാലയൊക്കെ എപ്പോഴും വീട്ടിലുള്ളത് നല്ലതാണ്. കാരണം ഇതേപോലത്തെ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ ചാറ്റ് മസാല ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട് പലരും. ഞാൻ പക്ഷേ ചാറ്റ് മസാല ഇപ്പോൾ തൽക്കാലം ഇടുന്നില്ല. അപ്പോൾ ഇത് മതി ഏകദേശം. ഞാനിപ്പോൾ തീ കുറയ്ക്കുകയാണ്. തീ സിമ്മിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്.
കാശ്മീരി ചില്ലി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി യൂസ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കളർ കിട്ടും നമ്മുടെ കറിക്ക്. എക്സ്ട്രാ കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 2 നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, അതായത് മല്ലിപ്പൊടി. പിന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് അതേ മസാലക്കൂട്ട് തന്നെയാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് വീണ്ടും. പിന്നെ കുറച്ച് ഗരം മസാല. പിന്നെ ഞാൻ ഇതിൽ ക്യൂമിൻ പൗഡർ ഇടുന്നില്ല, നല്ല ജീരകത്തിൻ്റെ പൊടി ഇടുന്നില്ല. ഇത്ര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചാട്ട് മസാലയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ അല്പം ചാട്ട് മസാലയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഈ ചേർക്കുന്ന പൊടികളുടെയൊക്കെ പച്ച മണം നന്നായിട്ട് അങ്ങ് മാറട്ടെ. അതുവരെ അങ്ങ് വഴറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പച്ച സ്മെല്ല് മാറിയതിന് ശേഷം മാത്രം ബാക്കി ഉള്ള തക്കാളി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഞാനിതിലേക്ക് 1 ടീസ്പൂണും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഒട്ടും എണ്ണയില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ പച്ച സ്മെല്ല് മാറണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി എണ്ണ വേണം. അപ്പോൾ ഇതിൻ്റെ നല്ല ഒരു റോസ്റ്റായിട്ടുള്ളൊരു സ്മെല്ല് വരുന്ന വരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പുളിയുള്ള തക്കാളി ഉപയോഗിക്കാൻ പാടില്ല. പുളി കുറഞ്ഞിട്ടുള്ള തക്കാളി ഉപയോഗിക്കുക. അപ്പോൾ ഒരു വലിയ തക്കാളി അല്ലെങ്കിൽ 2 ചെറിയ തക്കാളിയാണ് കണക്ക് കേട്ടോ. ഈ കറി എന്ന് പറയുമ്പോൾ ലൈറ്റായിട്ട് പുളി വരാൻ പാടുള്ളൂ. ഒരുപാട് പുളി വന്നു കഴിഞ്ഞാൽ തന്നെ പനീറിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ഇതിൻ്റെ നല്ല സ്മെൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് അരച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. നമുക്കിത് അടച്ച് വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ തക്കാളി നന്നായി കുക്കാവണം. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് നന്നായി മാറുകയും വേണം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്യുക. ഇടയ്ക്ക് ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് ഓപ്പൺ ചെയ്തൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇതാ നമ്മുടെ തക്കാളി അങ്ങനെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് എന്ത് ചെയ്യണം? ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. പനീർ പൊടിക്കരുത്. ഓൾറെഡി ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ കഷ്ണങ്ങളായി കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, മസാലയൊന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. അതിങ്ങനെ ബ്ലാൻഡ് ആയിരിക്കും അത്. അതുകൊണ്ടാണ് എപ്പോഴും ചെറുതായിട്ട് ചെയ്യാൻ പറയുന്നത്. 2 മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് കുക്കാവട്ടെ. അതിനുശേഷം നമുക്കിതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഡ്രൈ ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ ഇത്ര മതി സ്റ്റെപ്പ്. വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇങ്ങനെ ഡ്രൈ ആയിട്ട് കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസാണ് ചിലർക്ക് ഇഷ്ടം. അതേസമയം ചിലർക്ക് കുറച്ച് ഗ്രേവി വേണം. ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ അടുത്ത സ്റ്റെപ്പൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തോളൂ. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കസൂരി മേത്തിയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്ത് അങ്ങ് എടുക്കാം. ഓക്കെ, അതല്ല ഞാനിപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാറുള്ള പോലെ ഞാൻ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കാറില്ല. എപ്പോഴും തിളപ്പിച്ച വെള്ളം മാത്രം കറികളിൽ ഒഴിക്കാറുള്ളൂ. ഇനി നന്നായിട്ട് അങ്ങ് തിളക്കട്ടെ. പനീറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തണുക്കുമ്പോൾ കുറുകി പോവും. അതായത് നല്ല തിക്കായിട്ട് മാറും. അപ്പോൾ നിങ്ങളുടെ കൺസിസ്റ്റൻസി, നിങ്ങൾക്ക് താല്പര്യമുള്ള കൺസിസ്റ്റൻസി അനുസരിച്ച് അതിൻ്റെ ലെവൽ മാറ്റണം. മാത്രമല്ല ഇതേപോലെ തന്നെ ഇനി ഈ സ്റ്റേജ് മതി എന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജോടുകൂടി നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. പക്ഷേ ഞാൻ ഇതിലേക്ക് അല്പം കശുവണ്ടി പേസ്റ്റ്, അതായത് കാഷ്നട്ട് അരച്ചത് ചേർക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കാം, ഒന്നും ചേർക്കാതിരിക്കാം. അത് നിങ്ങളുടെ താല്പര്യം. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ കുറച്ചൊരു റിച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രഷ് ക്രീം ഇപ്പോൾ എല്ലാവരുടെ അടുത്തും വീട്ടിലുണ്ടാവില്ല. അതേസമയം അണ്ടിപ്പരിപ്പ് മിക്കവരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. അണ്ടിപ്പരിപ്പ് ഒരു 10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ തൽക്കാലം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അതായത് നമ്മൾ ഉപ്പും പുളിയും എരിവൊക്കെ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഉപ്പ് കുറവാണ്, ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ പുളി ഓവറാവാൻ പാടില്ല. തക്കാളി ഇടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പുളി കൂടുതലുള്ള തക്കാളി ആണെങ്കിൽ ഒരു ചെറിയ തക്കാളി മാത്രം ഇട്ട് കൊടുത്താൽ മതി. എരിവൊക്കെ ഉണ്ട്. ഇനി അല്പം ഞാനിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. ഷുഗർ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഞാനിതിലേക്ക് കസൂരി മേത്തി കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നു. കസൂരി മേത്തിയുടെ അളവ് കൂടാൻ പാടില്ല. അത് കൈപ്രസം വരെ. കസൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഉലുവയാണ്. അതുകൊണ്ട് ഒരുപാട് ഉലുവ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, കൈപ്രസം വരും. അപ്പോൾ ചില കുട്ടികൾ എന്നോട് പറയാറുണ്ട്, ചേച്ചി ഇങ്ങനെ ഇട്ടിട്ട് കറി ഭയങ്കരമായിട്ട് കൈപ്രസം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് റീസൺ. ഒരുപാടൊന്നും ഇടാൻ പാടില്ല, അല്പം മാത്രം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ആ ഫ്ലേവർ വരണമെന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം ചിലവർക്ക് ഉലുവയുടെ ഇലയുടെ സ്മെല്ല് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഇടയേ വേണ്ട. നമുക്ക് എന്താണോ താല്പര്യം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു റെസിപ്പി കണ്ടു കഴിഞ്ഞാൽ എല്ലാ റെസിപ്പി ആ കംപ്ലീറ്റ് പ്രോപ്പറായിട്ട് നമുക്ക് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ചില ഐറ്റംസ് നമ്മുടെ വീട്ടിലുണ്ടാവില്ല. അതല്ലെങ്കിൽ ചിലതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ ടേസ്റ്റിനനുസരിച്ച് വേണം നമ്മളെപ്പോഴും ഫുഡ് ഉണ്ടാക്കാൻ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക.
പിന്നെ ഇതൊന്നും ഓത്തൻറ്റിക് റെസിപ്പി അല്ല. ഓത്തൻറ്റിക് എന്ന് ഞാൻ അവകാശപ്പെടുന്നേ ഇല്ല. ഓത്തൻറ്റിക് എന്ന് പറയുമ്പോൾ ശരിയാ, ഓത്തൻറ്റിക് രീതിയിൽ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന റെസിപ്പീസാണ് കേട്ടോ. നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ചേർക്കാൻ പോകുന്നത് എന്താ, ഞാൻ പറഞ്ഞ പോലെ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം, അതല്ലെങ്കിൽ ഒന്നും ചേർക്കണ്ട. ഇതോടുകൂടി നിങ്ങൾക്ക് നിർത്താം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. പറഞ്ഞ പോലെ പനീർ കഷ്ണങ്ങൾ ഉടയാതെ സൂക്ഷിക്കുക. പിന്നെ സവാള അരയ്ക്കണമെങ്കിൽ കുറച്ചും കൂടെ നല്ല ഗ്രേവിയുടെ നേച്ചർ തന്നെ മാറിപ്പോവും. കുറച്ചും കൂടി ഇരിക്കുമ്പോൾ കളർ വരും. മാത്രമല്ല നമ്മൾ കളറൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ അണ്ടിപ്പരിപ്പ് കുക്ക് ചെയ്യാത്ത അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ആയിക്കോട്ടെ 2 മിനിറ്റ്. അതിന് ശേഷം നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ഒഴിച്ചതിന് ശേഷം 2 മിനിറ്റ് കുക്കായിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യുക. ഇത്ര മതിയാകും. ടേസ്റ്റ് നോക്കുക. അവസാനമായിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പും എരിവും ചെറിയൊരു മധുരവും ഒക്കെ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഈ റെസിപ്പി. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, അവസാനമായിട്ട് കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കാം. മല്ലിയിലയും കൂടി ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ഫൈനൽ ടച്ച് വരിക. വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് നമുക്ക് കീറിയിട്ട് കൊടുക്കാം. അപ്പോൾ ചെയ്തിട്ടുണ്ടേ. എൻ്റെ അടപ്പ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് ചപ്പാത്തിയുടെ കൂടെയാണ് ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെ, അതുപോലെ തന്നെ റൊട്ടിയുടെ കൂടെ, ഈവൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇതിപ്പോൾ 2 മുതൽ 3 പേർക്ക് വരെ സെർവ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഗ്രേവി കണ്ട ഈ ഒരു ടെക്സ്ചറാണ് നമ്മുടെ ഗ്രേവി ഇരിക്കുന്നത്. അപ്പോൾ ഫൈനലായിട്ട് ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ആ അവസാനം ചേർക്കുന്ന പച്ചമുളക് ഒരു ഭയങ്കര ഫ്ലേവർ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇതൊരു സ്പൈസി കറിയാണ്. കാരണം ഞാൻ പച്ചമുളക് അത്യാവശ്യത്തിന് ഇട്ടിട്ടുണ്ട്, ഞാൻ അവസാനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി സ്പൈസി ആവണം, എന്നാലും അത് കഴിക്കാൻ പറ്റുള്ളൂ. പനീർ ബ്ലാൻഡാണ് ആക്ച്വലി. അപ്പോൾ പനീറിൻ്റെ കൂടെ കുറച്ച് സ്പൈസി ആയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പിള്ളേർക്കുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള വേർഷൻ ചെയ്യണം. പക്ഷേ നമുക്ക് അഡൾട്ട്സിന് എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈപ്പ് റെസിപ്പി ആയിരിക്കും കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമാവാൻ ചാൻസ്. ഞാനിപ്പം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഒട്ടും അത് വായിൽ വരണ്ട എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പേസ്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള ഒരു ഡിഷായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. You don't know when I'm not been. Yeah, Japanese girl.